ഹേയ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മോഡിലാണ് നിൽക്കുന്നത്. 26,080 നിഫ്റ്റിയുടെ ഫ്യൂച്ചർ നിൽക്കുന്നത്. ജസ്റ്റ് ചാർട്ടിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് വരാം. വലിയ ഡേറ്റാസ് ഒന്നും മാർക്കറ്റിനകത്തില്ല. മാർക്കറ്റ് ജസ്റ്റ് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ റീബാലൻസിങ് കാരണം അതിൻ്റെതായ ഒരു ഫ്ലോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ HDFC ബാങ്ക് അങ്ങനെ നിൽക്കുന്നുണ്ട്. SBI ലൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സ്റ്റോക്സിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. ഇൻഫോസിസ് വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നുണ്ട്. റിലയൻസ് ചെറുതായിട്ടൊന്ന് വീക്കായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റിലയൻസും SBIയും HDFC ബാങ്കും മാത്രമാണ് അവിടെ ഒരു ചെറിയൊരു വീക്ക്നെസ്സിനെ കാണിക്കുന്നത്. ബാക്കി ഇൻഫോസിസൊക്കെ അത്യാവശ്യം നന്നായിട്ട് കയറുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ നിഫ്റ്റി ലാസ്റ്റത്തെ ദിവസം അതായത് ഇന്നലെ ഓപ്പൺ ചെയ്തത് ലോവർ ഏരിയയിലാണ്. ഇതൊരു നെഗറ്റീവ് ട്രെൻഡ് മുന്നേ വരച്ചതാണ്. ആ ട്രെൻഡിലൂടെ മാർക്കറ്റ് താഴേക്ക് വരികയത് ഒരിക്കൽ താഴോട്ട് വരാൻ നോക്കി. അത് ഒരു ദിവസം പെട്ടെന്ന് ആദ്യത്തെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ മാർക്കറ്റ് അതിഭീകരമായി തിരിച്ച് ജമ്പ് ചെയ്തു. അപ്പോൾ ആ താഴേക്കുണ്ടായിരുന്ന ഒരു നെഗറ്റീവ് സൈഡ് മാർക്കറ്റിനെ തിരിച്ച് ബൗൺസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ആ ബൗൺസ് ചെയ്ത ഏരിയയിലേക്ക് തിരിച്ച് വീണ്ടും നമ്മൾ റീടെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ആൾക്കാരെ ഒന്ന് പാനിക് ആക്കുക എന്നുള്ളത് അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ഈ ഒരു ചാനൽ അപ് ട്രെൻഡ് ചാനലിൽ പോകുന്നുണ്ടെങ്കിലും അത് ഒരു സൈഡ് വേസ് ഏരിയയിലേക്ക് പതുക്കെ ഒഴുകി മാറുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ മാർക്കറ്റ് ഒരു 25,800 ടു 26,100 റേഞ്ചിലേക്ക് സൈഡ് വേസിൽ പോകാനുള്ള നല്ല സാധ്യത കാണിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ന്യൂസ് ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ അത് കാരണം മാർക്കറ്റിന് സൈഡ് വേസ് പോകേണ്ട ഒരു സിറ്റുവേഷനാണ്. ഇതിന് പകരമാണെങ്കിലോ അപ്പർ സൈഡിൽ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും അതിഭീകരമായി മൂവ് ചെയ്യുന്നുണ്ട്. സോ മാർക്കറ്റ് ഒരു മാർക്കറ്റ് നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ലെന്നെങ്കിൽ അടുത്ത മാർക്കറ്റുകൾ നമ്മൾ തേടി പോവുക. അവിടെ ആ ഒരു മാർക്കറ്റിലെ ട്രേഡ്സ് നമ്മൾ ട്രേഡ് ചെയ്യുക. ഇപ്പർ സൈഡിൽ മാർക്കറ്റ് സെറ്റായി വരുമ്പോൾ ഇതിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ളത്. അത് തന്നെ നമുക്കിവിടെയും ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇന്നലെ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്തിട്ട് അധികം ഒരു മൊമെൻറ്റം കിട്ടിയ ആൾക്കാർ കുറവാണ്. ബിക്കോസ് മാർക്കറ്റ് ഒരു ഏരിയക്കുള്ളിൽ ട്രേഡ് ചെയ്തു. ഏതാണ്ട് ഒരു 25,900-നും ഒരു 25,980 ഇടയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ ഒരു ഏരിയക്കുള്ളിൽ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ട്രേഡ് ചെയ്യാനില്ല. എന്നാൽ ആ സമയത്ത് നമ്മുടെ മാർക്കറ്റിനുള്ളിൽ ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, മാർക്കറ്റിൽ ഇന്നലെ മൂവ് ചെയ്തത് വളരെ ശക്തമായിട്ടുള്ള 2-3 ട്രേഡ്സ് അവിടെ ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിനകത്ത് നോക്കിയാൽ അറിയാം, 2-3 ട്രേഡ്സ് അതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ മൊമെൻറ്റും, രണ്ടാമത്തെ 5,344 മേളിൽ 2 പ്രാവശ്യം ഇത് ബൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല ഒരു 3-4 ട്രേഡ്സ് അവിടെ ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ ട്രേഡ് ചെയ്താലും നമുക്കവിടെ ലാഭം തന്നെയല്ലേ. ഇതൊക്കെ ലാസ്റ്റ് ദിവസം പറഞ്ഞിരുന്ന ഒരു ട്രെൻഡ് ലൈനാണ്. ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം എടുത്തിരുന്നാലോ, ഇതിൻ്റെ താഴെ നിന്ന് ഈ കയറി വന്ന ക്യാൻഡിൽസ് എടുത്തിരുന്നെങ്കിലോ നല്ല 2 ട്രേഡ്സ് അതിനകത്ത് കിട്ടും. ഇവിടെ നിന്ന് മൂന്നാമതൊരു ട്രേഡ് കൂടെ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. സോ ഈ ട്രേഡുകളാണ് അവിടെ നമുക്ക് സേഫർ. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അവിടെ സൈഡ് വേസ് പോകുമ്പോൾ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്താണ്. ഗ്രൂപ്പിനകത്ത് ഇന്നലെ നാച്ചുറൽ ഗ്യാസിൻ്റെ 2 ട്രേഡ്, ക്രൂഡ് ഓയിലിൻ്റെ 2 ട്രേഡാണ് അവിടെ ഷെയർ ചെയ്തിരുന്നത്. ആ 4 ട്രേഡും ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ, അതായത് ലെവൽസ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ ലെവൽസിൽ എത്തുമ്പോൾ അതിനൊരു SLE കീപ്പ് ചെയ്യുക, ആ ഒരു ട്രേഡിലേക്ക് പോവുക എന്നുള്ളതാണ് അവിടെ ഷെയർ ചെയ്യുക. രണ്ടും മനോഹരമായിട്ട് മൂവ് ചെയ്തു. ഇപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിന് അനുകൂലമായിട്ടുള്ള മാർക്കറ്റിൽ നിഫ്റ്റിയിൽ നിങ്ങളൊരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും വാച്ച് ചെയ്യാന്നുള്ളതാണ്. ഇത് നാച്ചുറൽ ഗ്യാസിൻ്റെ ചാർട്ടാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ടാർഗറ്റ് 448, 452 മാക്സിമം ഒക്കെ നിൽപ്പുണ്ടായിരുന്നു. അതിന് മേളിൽ കയറി പോയിട്ടുണ്ട്. സോ
ഇതിനുള്ള രണ്ട് ട്രേഡോളം വന്നു. 440 നിന്നായിരുന്നു ഈ ഒരു ട്രേഡ് പേഴ്സണലി എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. 446 ആയപ്പോഴേക്കും ഞാൻ എക്സിറ്റ് ചെയ്തു. 448 ഫൈനൽ ടാർഗറ്റ്. പിന്നെ അതിനുശേഷം രണ്ടാമത് വീണ്ടും ഈ ക്യാൻഡലിൻ്റെ ഹൈ കയറിയാൽ ഒരു ചെറിയൊരു ട്രേഡ് ഉണ്ടായിരുന്നു. അവിടെ ഒരു 4 പോയിന്റിൻ്റെ മൊമെൻറ്റം അവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇത് പല രീതിക്കാണ് അവിടെ പഠിപ്പിച്ചു കൊടുക്കുക. ജസ്റ്റ് എന്നാലും പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇതുപോലത്തെ മൊമെൻറ്റം കിട്ടുന്ന ട്രേഡ്സിലേക്ക് പോകാൻ ശ്രമിക്കുക. നിഫ്റ്റിയിൽ മൊമെൻറ്റം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക് ടു നിഫ്റ്റി ഇപ്പോൾ സൈഡ് വൈസ് ഒരു ഏരിയയിൽ നിൽക്കുകയാണ് മാർക്കറ്റിൽ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റിന് ഒരു തീരുമാനമില്ലാത്ത 26,000 റേഞ്ചിൽ. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യതയും ഈ 26,000 തൊട്ട് അടുത്തുള്ള ഏരിയകളിൽ തന്നെ ആയിരിക്കും. ഈ ഒരു പ്രൈസിൽ തന്നെ ഫ്ലാറ്റ് ആണ് എന്ന് തന്നെ വിചാരിച്ചാൽ മതി. മാർക്കറ്റ് കുറച്ച് ഈ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങളൊന്ന് വരച്ചു വെച്ചു. ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ മേളിൽ കയറിയാൽ 26,000, അതായത് 26,040 മേളിൽ മുതൽ 26,100 180 വരെ 2 ട്രേഡിംഗ് റേഞ്ചസ് അവിടെ കിടപ്പുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാലോ 25,900 താഴെ വന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ 800 താഴെ വന്നു കഴിഞ്ഞാൽ, 880 റേഞ്ചിലേക്ക്, 900 താഴെയോ 880 താഴെ വന്നു കഴിഞ്ഞാൽ 800 ഉണ്ട്. അവിടെ 720 റേഞ്ചസ് ഇവിടെ താഴേക്ക് കിടപ്പുണ്ട്. സോ ഈ ഒരു ഏരിയാസ് ആണ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാനുള്ളത്. സോ ട്രെൻഡ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് അനാലിസിസിൽ കയറി പോകാന്നുള്ളതാണ്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനനുസരിച്ചിട്ടുള്ള പൊസിഷൻസ് മാത്രം പോവുക. എല്ലാ ട്രേഡും ഇന്നലെ ഗ്രൂപ്പിനകത്ത് ഈ ഒരു ക്യാൻഡലിനുള്ളിൽ മാർക്കറ്റ് പക്ക സൈഡ് വേസ് പോകുമ്പോൾ ഒരുപാട് പേര് സിഇഒ പിഇഒ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് ട്രേഡ് ഇല്ല എന്നുള്ളത് പറയാൻ മാത്രമേ ഉള്ളൂ. മിണ്ടാതിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനകത്ത് നല്ല ട്രേഡ് ഷെയർ ചെയ്യാനില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. നല്ല ട്രേഡ് കണ്ടില്ല. കാണാത്ത സമയത്ത് അവിടെ നാച്ചുറൽ ഗ്യാസിലും ക്രൂഡ് ഓയിലും ട്രേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിഫ്റ്റിയിൽ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നില്ല. കാണാത്ത ഒരു സംഭവം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇല്ല എന്നുള്ളത് മാത്രമാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. നല്ല ലെവൽസ് ഉണ്ട്. മാർക്കറ്റ് കോൺട്രാക്ട് ചെയ്യുകയാണ്. ഇത് എക്സ്പ്ലോർഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ അപ്പർ സൈഡിലേക്ക്, ഇല്ലെങ്കിൽ ലോവർ സൈഡിലേക്ക്, രണ്ട് സൈഡിലേക്ക് ആണെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സേഫ് ആയിട്ടുള്ള ഒരു ട്രേഡറിന് അതിനകത്ത് ലാഭം കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. അതിനനുസരിച്ചിട്ട് പൊസിഷൻ സെറ്റ് ചെയ്യുക. ട്രേഡ് സേഫ്. ടേക്ക് കെയർ. ബൈ.